Hello everyone, welcome to Franklin's Lectures. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നോ യുവർ സെമിസ്റ്റർ ആണ്. സോ നമ്മൾ നോ യുവർ സെമിസ്റ്ററിൽ നിന്ന് നോക്കാൻ പോകുന്നത് ഗ്രൂപ്പ് സിയുടെ സെമിസ്റ്റർ 1 കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞു, നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. സോ നിങ്ങളെല്ലാവരും എന്തായിരിക്കും, വളരെയധികം ടെൻഷനിലായിരിക്കാം. ഓക്കെ, സോ ഈ ടെൻഷൻ എന്താവും, എങ്ങനെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. സോ ഈ ടെൻഷനിലൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ എന്തുണ്ട്, നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നിങ്ങൾക്കുണ്ട്. സോ നിങ്ങളുടെ ഒരു പ്രോപ്പർ ഗൈഡായിട്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ആരുണ്ട്, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഉണ്ട്. സോ നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും എങ്ങനെ പഠിക്കണം, എങ്ങനെ ഒരു സെമസ്റ്ററിനെ നേരിടും, ഏത് സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, സോ എല്ലാ സബ്ജക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ക്രെഡിറ്റ്സ് കൂടുതലുള്ള സബ്ജക്റ്റിന് തീർച്ചയായിട്ടും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം. സോ അത് ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, അത് എങ്ങനെ പ്രോപ്പറായിട്ട് പഠിക്കാം. സോ നമുക്ക് വളരെ എന്ത് ചെയ്യുക, നല്ല ക്വാളിറ്റിയിലുള്ള ലെക്ചേഴ്സ് നമുക്കുണ്ട്. സോ വി ഹാവ് എന്താണ്, ഡിജിറ്റലി ഇല്ലസ്ട്രേറ്റീവ് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക്. അതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ എഞ്ചിനീയറിംഗ് പഠനം എന്താവുന്നു, വളരെ സുലഭമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ യാതൊരു വിധത്തിലുള്ള ഭയവും വേണ്ട. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഈ എഞ്ചിനീയറിംഗ് കോഴ്സ് നമുക്ക് പൂർത്തിയാകാൻ ശ്രമിക്കാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. സോ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, എഞ്ചിനീയറിംഗ് വളരെ പ്രയാസമാണ് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണ വളരെയധികം ഉള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെ അതൊരു വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ മിത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് എഞ്ചിനീയറിംഗ്, നിങ്ങൾ സ്കൂൾ ജീവിതവും എഞ്ചിനീയറിംഗ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ടീച്ചേഴ്സ് ഫുള്ളി ഹെൽപ്പ് ചെയ്ത ഒരു കാലഘട്ടമാണത്. സോ ഇൻഡിവിജ്വലി നിങ്ങളെ കെയർ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം എന്ത് ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞു തന്ന് അത് ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചുകൊണ്ടിരുന്നത്. നേരെ മറിച്ച് എഞ്ചിനീയറിംഗിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. എഞ്ചിനീയറിംഗിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, യു ഷുഡ് സ്റ്റഡി ബൈ യുവർ സെൽഫ്. നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായി പഠിക്കാൻ ശീലിക്കണം. ഓക്കെ, സ്വന്തമായി മെറ്റീരിയൽസ് കണ്ടെത്താൻ ശ്രമിക്കുക. ലൈബ്രറി നന്നായിട്ട് യൂസ് ചെയ്യുക. ഓർ ഇന്റർനെറ്റിലുള്ള കുറേയേറെ റിസോഴ്സസ് ഉണ്ട്, അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായി പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എക്സാം പാസ് ചെയ്യാൻ വേണ്ടി മാത്രം ആവരുത് നിങ്ങളുടെ പഠനം. എന്താണ്, ഒരു എക്സാം ഉണ്ട്, എക്സാം പാസ് ആകാൻ വേണ്ടി മാത്രം ആയിരിക്കരുത്. സോ തീർച്ചയായിട്ടും ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ അത് ഒരിക്കലും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് എന്ത് ചെയ്യില്ല, പോവുകയുമില്ല. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡേയിൽ ഒരു 1 to 2 hours എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. സോ അന്ന് നിങ്ങൾക്ക് ക്ലാസ്സിൽ നടത്തിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, റിവൈസ് ചെയ്യുക, അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കുക. സോ ഡെയിലി എന്ത് ചെയ്യുക, ഒരു 1 to 2 hours നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടി തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, സോ അടുത്ത് നമ്മൾ എന്താണ്, സബ്ജക്ട്സ് ഉണ്ട്, നമുക്ക് വളരെയധികം സബ്ജക്ട്സ് ഉണ്ട്. സോ എല്ലാ സബ്ജക്റ്റിലും എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് കുറെ സബ്ജക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ സെമ്മിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. സോ സബ്ജക്ട്സിൽ ഒരു നല്ല ബേസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മാത്തമെറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഉണ്ട്. ഈ സബ്ജക്ട്സിലൊക്കെ നല്ല ഒരു ബേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ എന്താണ്, സ്റ്റഡിങ് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആൻഡ് അപ് ടു ഫൈനൽ ഇയർ വരെ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളെ എന്ത് ഹെൽപ്പ് ചെയ്യും, ഈ ബേസ് നിങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സിലബസിലെ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒത്തിരി സോൾവ് ചെയ്യും. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക. ഓക്കെ, സോ അത് കഴിഞ്ഞ് എനിക്ക് ഈ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറയുന്ന ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ എക്സാമിന് മുമ്പ് പഠിക്കുന്ന പ്രവണത ഒന്ന് ഒഴിവാക്കുക. സോ എക്സാമിന് ഒരു ദിവസം മുമ്പിരുന്ന് പഠിച്ചാൽ മതി. അത്
ഇവിടെ എന്ത് ചെയ്യുക, ദാറ്റ് വോണ്ട് ബി വെരി സക്സസ്ഫുൾ ഇയർ എന്ന് നമുക്ക് പറയേണ്ടി വരും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡെയിലി ബേസിസിൽ പ്രിപ്പയർ ചെയ്യുക. സോ ഫൈനൽ എക്സാം വരുമ്പോൾ അത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കുകയും ചെയ്യും. ഓക്കെ, സോ നമുക്ക് പഠിച്ചാൽ മാത്രം പോരാ. ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ പഠിച്ച നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നേടുന്ന അറിവ് മാത്രം നമുക്ക് പോരാ. യു ഷുഡ് ഡെവലപ്പ് എക്സ്ട്രാ സ്കിൽസും കൂടെ നമുക്ക് വേണം തീർച്ചയായിട്ടും. കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു വേൾഡ് ആണ്. ആ കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു നീഡ് ടു സർവൈവ് ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ്, നമ്മൾ എന്ത് ചെയ്യണം, യു ഷുഡ് ഹാവ് എക്സ്ട്രാ സ്കിൽസ്. ലൈക്ക് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ആവാം, പ്രോഗ്രാമിംഗ് സ്കിൽസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് ചെയ്യാം. സോ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. സോ ഷുഡ് ഓൾസോ ഡെവലപ്പ് എന്ത് ചെയ്യുക, ടൈം മാനേജ്മെന്റ് സ്കിൽസും. എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നു, എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു, എത്ര സമയത്തിനുള്ളിൽ എക്സാം എഴുതാൻ പറ്റുന്നു. സോ എല്ലാം ഒരു പ്രോപ്പർ ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇവിടെ ഉണ്ടാവേണ്ടതുമാണ്. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നമുക്കൊരു ഡിഗ്രി നേടുക എന്നുള്ളത് മാത്രമല്ല, എത്രത്തോളം നമ്മൾ ഒരു അറിവ് നേടുന്നു എന്നതിലാണ് കാര്യം. സോ ചുമ്മാ ഒരു ഡിഗ്രി എഞ്ചിനീയറിംഗ് പാസ് ആവുന്നു, ഫോർ എക്സാമ്പിൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആവുന്നതിലാണുള്ള കാര്യം. സോ ആ കോഴ്സിൽ നിന്ന് എത്രത്തോളം അറിവ് നിങ്ങൾ നേടുന്നു, ആ അറിവ് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു നല്ല എഞ്ചിനീയർ ആവാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഒരു നേഷന് തീർച്ചയായിട്ടും ആവശ്യം ഒരു നല്ല എഞ്ചിനീയേഴ്സിനെയാണ്. നല്ല എഞ്ചിനീയേഴ്സിന് മാത്രമേ, ഓർ ട്രൂ എഞ്ചിനീയേഴ്സ് ആണ് എന്ത് ചെയ്യുക, എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. സോ അങ്ങനെ ഒരു എഞ്ചിനീയർ തീർച്ചയായിട്ടും നിങ്ങൾ ആകുമെന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ടാവണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെമിസ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യെസ്. സോ നോയോ സെമിസ്റ്ററിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗ്രൂപ്പ് സിയുടെ സെമിസ്റ്റർ 1 ആണ്. ഓക്കെ, സോ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ APJ അബ്ദുൽ കലാം മോൾ നമ്മൾ KTU എന്ന് കോമൺ ആയിട്ട് പറയും. ഓഫേഴ്സ് നമുക്ക് KTU നമുക്ക് എന്താണ്, വേരിയസ് കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്, വേരിയസ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ദാറ്റ് ക്യാൻ ബി ഗ്രൂപ്ഡ് ഇൻ ടു 4 ബ്രോഡ് കാറ്റഗറീസ് നമുക്ക് പറയാൻ പറ്റും. സോ KTU ബ്രാഞ്ചസിനെ ഒരു 4 കാറ്റഗറി ആയിട്ടാണ് പിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഗ്രൂപ്പ് A എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണ്. ഗ്രൂപ്പ് A എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണ്. ഗ്രൂപ്പ് B എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ സയൻസ് ആണ്. എന്താണ് ഗ്രൂപ്പ് B എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ സയൻസ് ആണ്. അടുത്താണ് നമ്മുടെ ഗ്രൂപ്പ് C. സോ നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പ് C യെ കുറിച്ചാണ് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ കാണുന്നത്. സോ ഗ്രൂപ്പ് സിയിലുള്ളത് എന്താണ്, ഗ്രൂപ്പ് C എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സയൻസ് ആണ്. ഗ്രൂപ്പ് B എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് ഫിസിക്കൽ സയൻസ് ആണ്. ആൻഡ് ഫൈനലി ഗ്രൂപ്പ് D നമുക്കുണ്ട്. ഗ്രൂപ്പ് D വിൽ ബി ഡീലിംഗ് അബൌട്ട് എന്താണ്, ലൈഫ് സയൻസ് ആണ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് കൂടുതൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഗ്രൂപ്പ് C. ഓക്കെ, സോ ഗ്രൂപ്പ് സിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തൊക്കെ ബ്രാഞ്ചസ് ആണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം. ഗ്രൂപ്പ് സിയിൽ നമുക്ക് അറിയാവുന്നത് പോലെ മെയിൻലി നമുക്ക് വളരെയധികം കൂടുതൽ നമുക്ക് അറിയാവുന്ന 2 ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഒന്ന് സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ള ബ്രാഞ്ചസിനാണ് നിങ്ങൾക്ക് കോമൺലി അറിയാവുന്നത്. സോ ഗ്രൂപ്പ് C എന്ന് പറയുമ്പോൾ ഡീൽസ് വിത്ത് ഫിസിക്കൽ സയൻസ് ആണ്. സോ അവിടെ നമുക്കുള്ള ബ്രാഞ്ചസ് എന്താണ്, സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ സിവിൽ ആൻഡ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോ ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കുറച്ച് കൂടുതലും പാർട്ടായിട്ട് എന്ത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കോഴ്സ്. സോ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് ഉണ്ട്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, another important thing is മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്, മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുമുണ്ട്, പോളിമർ എഞ്ചിനീയറിംഗ് ഉണ്ട്. സോ ദീസ് ആർ ദ ബ്രാഞ്ചസ് ഇൻ എന്ത് നമുക്ക് പറയാൻ പറ്റും, ഗ്രൂപ്പ് C എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഗ്രൂപ്പ് സിയിൽ നമുക്ക് ഇത്രത്തോളം ബ്രാഞ്ചസ് ആണ് ഉള്ളത്. ഓക്കെ, യെസ്. സോ അടുത്തെന്താണ്, നമ്മൾ എന്തായിരിക്കും പഠിക്കുക, ഫസ്റ്റ് സെമസ്റ്ററിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ പഠിക്കുക എന്നതിനെ കുറിച്ചൊരു ചെറിയ ഐഡിയ എനിക്ക് തരാൻ പറ്റും. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമുക്കുള്ളത് എന്താണ്, ഫസ്റ്റ് സബ്ജക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് GYMAT. സബ്ജക്ട്സ് കോഡ് ഉണ്ട്, എല്ലാ സബ്ജക്റ്റിനും ഒരു
റെസ്പെക്റ്റീവ് കോഡ് ഉണ്ടാവും. ഓക്കെ, സോ GYMAT 101 എന്താണ്? മാത്തമെറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്. സോ ഇലക്ട്രിക്കൽ സയൻസിനും ഫിസിക്കൽ സയൻസിനും കോമൺ ആയിട്ടുള്ള മാത്തമെറ്റിക്സ് ആണ്. സോ മാത്തമെറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്. സോ ഇവിടെ അതിന് വരുന്ന ക്രെഡിറ്റ് എത്രയാണ്? 3. സോ എന്താണ് ഈ ക്രെഡിറ്റ്? ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഈ ക്രെഡിറ്റ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, ക്രെഡിറ്റ് ആണ് ഒരു സബ്ജക്റ്റിന്റെ വെയിറ്റേജ് അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ സബ്ജക്റ്റ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് എന്ത്? ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെപ്രസെന്റ്സ് ദ വർക്ക് ലോഡ് ഓഫ് ദാറ്റ് സബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു സബ്ജക്റ്റിന്റെ വർക്ക് ലോഡ് എത്രത്തോളം ആണ് എന്ന് നമുക്ക് പറയുന്നതും എന്താണ്? ക്രെഡിറ്റ് ആണ്. സോ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ the first subject, mathematics for electrical science and physical science. Mathematics for electrical science and physical science എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെയായിരിക്കും പഠിക്കുന്നത്? നമ്മൾ പഠിക്കുക ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമ്മൾ പഠിക്കും. അതിലെന്താണ്? ഗോസ് എലിമിനേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഗോസ് എലിമിനേഷൻ, ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ്, അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ എന്താണ്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. ലാപ്ലേസ് ട്രാൻസ്ഫോംസ്, നിങ്ങൾ ലാപ്ലേസ് ട്രാൻസ്ഫോംസിനെ കുറിച്ച് പഠിക്കും. അതുപോലെ തന്നെ എന്താണ്? ടെയ്ലർ സീരീസ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഫ്യൂരിയർ സീരീസ് എക്സ്പാൻഷൻ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് പഠിക്കും? ഈ മാത്തമെറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസിൽ നമ്മൾ പഠിക്കും. സോ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. സോ മാക്സിമം സപ്ലി വരാതെ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കേണ്ട ഒരു പേപ്പറും കൂടെയാണ് എന്ത്? നമ്മുടെ മാത്തമെറ്റിക്സ് ഫോർ ഫിസിക്കൽ സയൻസ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, സോ 3 ക്രെഡിറ്റ്സ് ആണ്. ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് ആൻ ഇമ്പോർട്ടന്റ് സബ്ജക്ട് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. അത് വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ദ സെക്കൻഡ് സബ്ജക്ട് എന്താണ്? ഫിസിക്സ് ഫോർ ഫിസിക്കൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ്. ഫിസിക്സ് ഫോർ ഫിസിക്കൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് ഗ്രൂപ്പ് സിക്കും ഗ്രൂപ്പ് ഡിക്കും കോമൺ ആയിട്ടുള്ള പേപ്പറാണ്. ഫിസിക്സ് ഫോർ ഫിസിക്കൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ്. അതിന് എത്ര ക്രെഡിറ്റ്സ് ആണ് ഉള്ളത്? 4 ക്രെഡിറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, 4 ക്രെഡിറ്റ്സ് ആണ് ഫിസിക്സ് ഫോർ ലൈഫ് സയൻസിനുള്ളത്. സോ നമ്മൾ എന്തൊക്കെ ആയിരിക്കും ഈ ഫിസിക്സ് എന്ന ഫിസിക്സ് ഫോർ നമ്മുടെ ഫിസിക്സ് ഫോർ ഫിസിക്കൽ സയൻസ് ആണ്. ഫിസിക്സ് ഫോർ ഫിസിക്കൽ സയൻസിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും പഠിക്കുക? ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇന്റർഫറൻസ് ആൻഡ് എന്താണ്? ഡിഫ്രാക്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കും. ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. വേവ്സ് ആൻഡ് അക്കോസ്റ്റിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫിസിക്സിൽ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കുന്നതായിരിക്കുകയും ചെയ്യും. സോ അതിന് എത്ര ക്രെഡിറ്റ്സ് ആണ്? 4 ക്രെഡിറ്റ് ആണ്. സോ ഇറ്റ് ഇസ് എ വെയിറ്റേജ്, നല്ല വെയിറ്റേജ് ഉള്ള അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സബ്ജക്ട്, നമുക്ക് എന്താണ് വരുന്നത്? GCCY 122 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? കെമിസ്ട്രി ഫോർ ഫിസിക്കൽ സയൻസ്. എന്താണ്? കെമിസ്ട്രി ഫോർ ഫിസിക്കൽ സയൻസ്. സോ കെമിസ്ട്രി ഫോർ ഫിസിക്കൽ സയൻസിനും എന്ത് തന്നെയാണ്? 4 ക്രെഡിറ്റ്സ് തന്നെയാണ് ഉള്ളത്. സോ കെമിസ്ട്രി ഫോർ ഫിസിക്കൽ സയൻസിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. ലൈക്ക് ഫ്യൂവൽസ്, ലൂബ്രിക്കൻസ്, സിമെന്റ്, നാനോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പോളിമേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ കെമിസ്ട്രി ഫോർ ഫിസിക്കൽ സയൻസിൽ നമ്മൾ എന്താണ്? ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസിനെ കുറിച്ച് പഠിക്കും. മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് തെർമൽ അനാലിസിസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ എൻവിറോൺമെന്റൽ കെമിസ്ട്രി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. കെമിസ്ട്രി ഫോർ ഫിസിക്കൽ സയൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇറ്റ് ഓൾസോ ക്യാരീസ് എന്താണ്? ക്രെഡിറ്റ് ഓഫ് 4 എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, സോ ദ നെക്സ്റ്റ് സബ്ജക്ട് ഇത് എന്താണ്? GCST 104 ഇൻട്രൊഡക്ഷൻ, GCST 103 എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമുക്ക് വരുന്ന ക്രെഡിറ്റ്സ് എത്രയാണ്? 3 ക്രെഡിറ്റ്സ് ആണ് നമുക്കുള്ളത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മൾ എന്തായിരിക്കും പഠിക്കുക? സോ റിസൾട്ടന്റ് എന്താണ് പഠിക്കും, റിസൾട്ടന്റ് എന്താണെന്ന് പഠിക്കും. അതുപോലെ തന്നെ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് പഠിക്കും. ഫോഴ്സസ് ഇൻ 2D ആൻഡ് 3D സിസ്റ്റംസ് നമ്മൾ പഠിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയ ഫ്രിക്ഷനെ കുറിച്ച് നമ്മൾ പഠിക്കും. വി വിൽ ബി സ്റ്റഡിങ് എന്താണ്? ഡൈനമിക്സ്, അതുപോലെ തന്നെ കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ് നമ്മൾ പഠിക്കും. ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ പഠിക്കും. ഇതൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുകയും ചെയ്യുക. ദ നെക്സ്റ്റ് സബ്ജക്ട് ഇസ് എന്താണ്? GCST 104 എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്. ഇവിടെ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് നമുക്ക് 2 ക്രെഡിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗിന് നമുക്ക് എന്തുണ്ടാവും? 2 ക്രെഡിറ്റ് ഉണ്ടാവും. ടോട്ടലി നമുക്ക് എത്രയാണ്? 4 ക്രെഡിറ്റ്സ് ആവും. എന്ത്? GCST 104 ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് ഉണ്ടാവുക. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും?
ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ് നമുക്കുണ്ടാവും. ഓക്കെ, സോ അതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് മെഷീൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. നേരെ മറിച്ച് സിവിലിലാണെങ്കിൽ നമ്മൾ എന്ത് പഠിക്കും? സോ കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രൊഡക്ഷൻ ടു സിവിലിൽ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, യെസ്. സോ ദ നെക്സ്റ്റ് സബ്ജക്ട് അഗൈൻ വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് എന്താണ്? UCEST 105. UCEST 105 എന്ന് പറയുമ്പോൾ അൽഗോറിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ ആണ്. അൽഗോറിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ ആണ് നമുക്ക് എന്തുള്ളത്, UCEST 105. സോ അവിടെ നമ്മൾ എന്തായിരിക്കും പഠിക്കുക? ഇറ്റ് വിൽ ബി ഹാവിംഗ് എ ക്രെഡിറ്റ് ഓഫ് 4. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ നമുക്ക് അവിടെ പഠിക്കാൻ നമ്മൾ എന്താണ്, പൈത്തന്റെ ബേസിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ എന്താണ് ലൂപ്സ് എന്താണ്, അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്താണ്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് അൽഗോറിതംസിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ അൽഗോറിതമിക് തിങ്കിങ് വിത്ത് പൈത്തണിൽ നമ്മൾ പഠിക്കുകയും ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ. സോ പിന്നെ നമുക്ക് വരുന്നത് നെക്സ്റ്റ് തിങ് ഇസ് ലാബ് ആൻഡ് പ്രാക്ടിക്കൽ സെഷൻസ്. നമുക്ക് വരുന്നത് എന്തായിരിക്കും? GCST 106, GCSL 106 നമുക്ക് വരുന്നത് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ആണ്, വിച്ച് വിൽ ക്യാരി എ ക്രെഡിറ്റ് ഓഫ് എന്താണ് 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ലാബ്സ് നമുക്ക് വരുന്നത് എന്താണ്? എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ലാബറട്ടറി ആണ് നമുക്ക് വരുന്നത്. വർക്ക്ഷോപ്പ് ലാബറട്ടറിയിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും? ലൈക്ക് കാർപെൻറ്ററി, സ്മിത്തി, അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ, പ്ലംബിംഗ്, മെട്രോളജി, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ മെയിൻലി പഠിക്കുക. ഓക്കെ, ഇറ്റ് വിൽ ഹാവ് എ ക്രെഡിറ്റ് ഓഫ് എന്താണ് 1 എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. എന്താണ് അതിന്റെ ക്രെഡിറ്റ് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി ഹാവിംഗ് എ ക്രെഡിറ്റ് ഓഫ് 1 എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. സോ ഇതൊക്കെയാണ് നമ്മുടെ എന്ത് സബ്ജക്ട്സ് ദാറ്റ് യു ലേൺ ഇൻ യുവർ ഫസ്റ്റ് സെമിസ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ ഈ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കുന്ന സബ്ജക്ട്സിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലൊരു ബേസ് നേടിയെടുക്കുക. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ സെമസ്റ്റർ 3 and 4 സെമസ്റ്റർ, അല്ലെങ്കിൽ തേർഡ് ഇയർ, അല്ലെങ്കിൽ ഫൈനൽ ഇയർ, ഇതിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ബേസ്, നിങ്ങൾ പഠിക്കുന്ന ഈ ബേസിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇതായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ S1 സബ്ജക്ട്സിന്റെ ഡീറ്റെയിൽസ്. സോ അതുപോലെ തന്നെ നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗും ഉണ്ട്. S1 നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗിൽ നമുക്ക് 2 കോഴ്സസ് ഉണ്ട്. വൺ ഇസ് UCHWT 127. സോ ദിസ് ഇസ് പ്യൂർലി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു തിയറി റിലേറ്റഡ് സബ്ജക്ട്സ് ആയിരിക്കും. തിയറി റിലേറ്റഡ് സബ്ജക്ട് ആയിരിക്കും. നമുക്ക് ഇവിടെ പറയുന്നത് പോലെ മാത്തമെറ്റിക്സ് നമുക്ക് അറിയാൻ പറ്റുന്ന അനലിറ്റിക്കൽ സബ്ജക്ട്, സോ ഫുള്ളി പ്രോബ്ലമാറ്റിക് ആയിരിക്കും. ഫിസിക്സ് ഫോർ ഫിസിക്കൽ സയൻസ് ദർ വിൽ ബി പ്രോബ്ലം ഇൻ അനലിറ്റിക്സ്. അതുപോലെ തന്നെ കെമിസ്ട്രി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ പ്യൂർലി അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അനലിറ്റിക്കൽ പേപ്പർ ആണ്, കോഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ഇസ് ബേസിക്കലി എന്താണ്, ഒരു തിയറി പേപ്പർ ആണ്. ഓക്കെ, ആൻഡ് അൽഗോറിതമിക് ആൻഡ് തിങ്കിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു പ്രോഗ്രാമിംഗ് ആൻഡ് പൈത്തന്റെ ബേസിക്സും പ്രോഗ്രാം സോൾവിംഗ് അൽഗോറിതംസിനെ കുറിച്ചായിരിക്കും നിങ്ങൾ അവിടെ പഠിക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2 എന്താണ് ഉണ്ട്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണുള്ളത്. വൺ ഇസ് ഹെൽത്ത് ആൻഡ് വെൽനെസ്, കോഡ് വരുന്നത് UCHWT 127. ക്രെഡിറ്റ് വരുന്നത് എന്താണ് 1 ആണ്. നമുക്ക് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, ഞാൻ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇറ്റ് വിൽ ക്യാരി എന്താണ് 50 മാർക്സ്. അതുപോലെ തന്നെ UCHUT 128 എന്താണ്, ലൈഫ് സ്കിൽസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, അതിനും എന്താണ് ക്രെഡിറ്റ്സ് എന്താണ് 1 ക്രെഡിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ബോത്ത് ദീസ് വിൽ ബി എന്താണ് തിയറി എന്ന് നമുക്ക് പറയുകയും ചെയ്യും. ഇതിന് എന്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി അടുത്ത സ്ലൈഡിൽ പറഞ്ഞു തരികയും ചെയ്യാം. ഓക്കെ, ഇതുവരെ വ്യക്തമാണല്ലോ അല്ലേ? യെസ്. സോ എങ്ങനെയായിരിക്കും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടുക? ഓക്കെ, നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, GYMAT, അതായത് മാത്തമെറ്റിക്സ് ഫോർ ഫിസിക്കൽ സയൻസ് ആണ്. അതുപോലെ തന്നെ GCEST 104, GCEST എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. GCEST 103 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. സോ ഈ 3 സബ്ജക്ട്സിൽ ഇത് എങ്ങനെയായിരിക്കും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടുക എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ നമുക്ക് എന്താണ് ഇന്റേണൽ അസസ്മെന്റ് ഉണ്ടാവും. ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ. എന്താണ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ? ഓക്കെ, സോ യു വിൽ ബി ഇവാലുവേറ്റഡ് ഇൻ യുവർ കോളേജ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, സോ എന്താണ്
അറ്റൻഡൻസിന് എത്രയാണ്? 5 മാർക്സ് ആണ്. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനിൽ അറ്റൻഡൻസിന് 5 മാർക്സ് ഉണ്ട്. സോ ഇന്റേണൽ അസസ്മെന്റിന് നമുക്ക് മൊത്തം വരുന്നത് എത്ര മാർക്കാണ്? മൊത്തം നമുക്ക് വരിക 40 മാർക്സ് ആണ്. നമുക്ക് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനിൽ വരിക 40 മാർക്സ് ആയിരിക്കും. ഓക്കെ, അവിടെ അറ്റൻഡൻസിന് എത്ര മാർക്കാണ്? 5 മാർക്സ് ആണ്. അറ്റൻഡൻസ് ക്യാരീസ് 5 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അറ്റൻഡൻസിന് 5 മാർക്സ് ഉണ്ട്. അസൈൻമെന്റ് മിനി പ്രോജക്ട് ഓർ മൈക്രോ പ്രോജക്ട് അസൈൻമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. സോ അസൈൻമെന്റിന് എത്ര മാർക്ക് ഉണ്ട്? 15 മാർക്സ് ഉണ്ട്. അസൈൻമെന്റിന് എത്ര മാർക്സ് ഉണ്ട്? 15 മാർക്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്റേണൽ എക്സാമിനേഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ കോളേജിൽ ഓരോ രീതിയിലാണ് നടത്തുക. ചില കോളേജസിൽ എങ്ങനെയാണ് രണ്ട് മൊഡ്യൂൾ, ഫോർ എക്സാമ്പിൾ ഒരു സബ്ജക്റ്റിന് 4 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ 2 മൊഡ്യൂൾ കഴിയുമ്പോഴായിരിക്കും എന്ത് നടത്തുക? ഇന്റേണൽ ഇവാലുവേഷൻ ടെസ്റ്റ് നടത്തുക. ഓക്കെ, ഓർ ഇന്റേണൽ എക്സാമിനേഷൻസ് നടത്തുക. അത് ഔട്ട് ഓഫ് എന്താണ്? അത് നമുക്ക് വരുന്നതാണ് 10 മാർക്സ് ആണ് ഈ ഇന്റേണൽ എക്സാമിനേഷൻസ് ക്യാരി ചെയ്യുന്നത്. ഇന്റേണൽ എക്സാമിനേഷൻ 1 ഉണ്ടാവും, ഇന്റേണൽ എക്സാമിനേഷൻ 2 ഉണ്ടാവും. സോ ആദ്യത്തെ 2 മൊഡ്യൂൾ ഓരോ കോളേജിൽ ഓരോ രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ കോമൺലി ആദ്യത്തെ 2 മൊഡ്യൂൾ കഴിയുമ്പോൾ നമുക്കൊരു ഇന്റേണൽ ടെസ്റ്റ് ഉണ്ടാവും. ദാറ്റ് ക്യാരീസ് 10 മാർക്സ്. അതുപോലെ തന്നെ നമുക്ക് 3rd and 4th മൊഡ്യൂൾ കഴിയുമ്പോൾ അഗെയിൻ ഇന്റേണൽ എക്സാമിനേഷൻ 2 ഉണ്ടാവും. തീർച്ചയായിട്ടും ഇതെന്താണ്? റിട്ടൺ എക്സാമിനേഷൻ ആണ്. അതിനും എന്തുണ്ടാവും? 10 മാർക്സ് ഉണ്ടാവുകയും ചെയ്യും. സോ ടോട്ടലി നമ്മൾ നോക്കുവാണെങ്കിൽ 5 + 15 20, 20 + 20 40 മാർക്സ് എന്താണ്? ഇന്റേണൽ അസസ്മെന്റിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് പറയാം? ഇന്റേണൽ മാർക്സ് ആണിത്. എന്താണ്? ഇന്റേണൽ മാർക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്റേണൽ മാർക്സ് നമുക്ക് ലഭിക്കുന്നത് അറ്റൻഡൻസ്, അതുപോലെ തന്നെ അസൈൻമെന്റ്, ഇന്റേണൽ ടെസ്റ്റ് 1, ഇന്റേണൽ ടെസ്റ്റ് 2. ഇത് വിലയിരുത്തിയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? നമ്മുടെ ഇന്റേണൽ മാർക്സ് ലഭിക്കുന്നത്. സോ ഇന്റേണൽ മാർക്സ് നമുക്ക് തീർച്ചയായിട്ടും വേണം. ഓക്കെ, സ്മൂത്ത് ആയിട്ട് നമുക്ക് പാസ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? ഇന്റേണൽ മാർക്സ് തീർച്ചയായിട്ടും വേണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എൻ സെമസ്റ്റർ എക്സാമിനേഷൻസ്. എന്താണ് എൻ സെമസ്റ്റർ എക്സാമിനേഷൻസ്? എൻ സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെമസ്റ്ററിൽ മൊത്തം ഇരുന്ന് സബ്ജക്ട്സ് എല്ലാം പഠിക്കുന്നു. 4 മൊഡ്യൂൾ പഠിക്കുന്നു. ആ 4 മൊഡ്യൂളും വി ആർ ഗോയിങ് ടു ബി ഇവാലുവേറ്റഡ് ബൈ എന്താണ്? എൻ സെമസ്റ്റർ എക്സാമിനേഷൻ. നമ്മുടെ സെമസ്റ്ററിന്റെ അവസാനമുള്ള പരീക്ഷ, ഓർ നമ്മൾ ആനുവൽ എക്സാം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയും. ഓക്കെ, നമ്മളത് ESE എൻ സെമസ്റ്റർ എക്സാമിനേഷൻ. ആ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ എന്താണ്? 60 മാർക്കിലാണ്. ദാറ്റ് ഇസ് ഔട്ട് ഓഫ് 60 മാർക്സ്. ഓക്കെ, 60 മാർക്സ്. സോ 60 പ്ലസ് ഇവിടെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ പ്ലസ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ ചേർത്താണ് നമുക്ക് ടോട്ടൽ എത്ര മാർക്ക് വരുന്നത്? 100 മാർക്സ് വേണം. ഇതിൽ നമുക്ക് മിനിമം വേണ്ടത് എത്രയാണ്? 50 മാർക്സ് എങ്കിലും തീർച്ചയായിട്ടും നമുക്ക് വേണം. എന്താണ്? ഈ രണ്ടിലും ചേർത്ത് നമുക്ക് എന്ത് വേണം? മിനിമം നമുക്ക് എന്ത് വേണം? 50 മാർക്സ് എങ്കിലും തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, ഈ എൻ സെമസ്റ്റർ എക്സാമിനേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പാർട്ട് എ, പാർട്ട് ബി എന്നൊക്കെ പറഞ്ഞ് കാണും. പാർട്ട് എയിൽ 3 മാർക്സ് ആണ് ഉണ്ടാവുക, പാർട്ട് ബിയിൽ എന്താണ് 9 മാർക്സ് ഒക്കെയാണ് ഉണ്ടാവുക ഓരോ ക്വസ്റ്റ്യൻ. സോ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യപ്പെടുന്ന 60 മാർക്സിലായിരിക്കും. ഓക്കെ, 60 മാർക്സിൽ മിനിമം മാർക്ക് എന്ന് പറയുമ്പോൾ 40% ഓഫ് 60 മാർക്സ് നിങ്ങൾ ഉറപ്പായിട്ടും സ്കോർ ചെയ്തിരിക്കണം. പാസ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണ്? എൻ സെമസ്റ്റർ എക്സാമിനേഷൻ നിങ്ങൾ പാസ് ആവണമെങ്കിൽ യു ഷുഡ് അറ്റ്ലീസ്റ്റ് സ്കോർ 40% ഓഫ് എന്താണ്? ദി 60 മാർക്സ്. സോ 40% ഓഫ് 60 മാർക്സ് എന്ന് പറയുമ്പോൾ യു ഷുഡ് ഡെഫിനറ്റ്ലി നീഡ് മിനിമം എത്ര മാർക്കെങ്കിലും വേണം? 24 മാർക്കെങ്കിലും വേണം ഈ 60-ൽ. ഓക്കെ, സോ നമുക്ക് 2 കാര്യങ്ങൾ ഇവിടെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. സോ നമുക്ക് ടോട്ടൽ ആയിട്ട് എത്രയാണ് വരുന്നത്? ടോട്ടൽ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ ഉണ്ട്. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന് നമുക്ക് എത്ര മാർക്കാണ്? ഞാൻ പറഞ്ഞതുപോലെ അസൈൻമെന്റിന് 5, അസൈൻമെന്റിന് 15, അറ്റൻഡൻസിന് 5 മാർക്ക്, അതുപോലെ തന്നെ 10 മാർക്ക് വേണം നമുക്ക് എന്തിന്? ഇന്റേണൽ എക്സാമിനേഷൻ 1-ന്. ഇന്റേണൽ എക്സാമിനേഷൻ 2-ൽ നമുക്ക് 10 മാർക്ക് ഉണ്ട്. സോ ഇത് ചേർന്ന് നമുക്ക് ടോട്ടലി എത്രയാണ്? കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന് നമുക്ക് 40 മാർക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ, സോ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ചേർത്ത് നമുക്ക് മൊത്തം എത്ര മാർക്കാണ് വേണ്ടത്?
സോ ഇവിടെ ടോട്ടൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടോട്ടൽ നമുക്ക് എന്താണ് 100 മാർക്സ് ആണ്. ദാറ്റ് ഇസ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനിലെ 40ഉം എൻ സെമസ്റ്റർ എക്സാമിനേഷനിലെ 60 മാർക്കും. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, സോ ടോട്ടൽ നമുക്ക് വേണ്ടി വരിക, ഇഫ് യു നീഡ് ടു പാസ്, നമുക്ക് ടോട്ടലി വേണ്ടി വരിക ഷുഡ് ഹാവ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്താണ് 50 ഔട്ട് ഓഫ് 100 നമുക്ക് വേണം. സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ പ്ലസ് എൻ സെമസ്റ്റർ എക്സാമിനേഷനിൽ നമുക്ക് മിനിമം ഓർ യു ഷുഡ് ഹാവ് ഇറ്റ്, അതിന്റെ ടോട്ടൽ നമുക്ക് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആയിരിക്കണം. 50 ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കണം നമുക്ക് എന്ത് പാസ് ആവണമെങ്കിൽ നമ്മുടെ മാർക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, സോ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ സെമസ്റ്റർ എക്സാമിനേഷൻ. എൻ സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മാർക്ക് വേണം? എൻ സെമസ്റ്റർ എക്സാമിനേഷന് നിങ്ങൾക്ക് യു ഷുഡ് ഹാവ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ് 24 ഔട്ട് ഓഫ് 60. എന്താണ്? എൻ സെമസ്റ്റർ എക്സാമിനേഷൻ നിങ്ങൾക്ക് പാസ് ആവണമെങ്കിൽ യു ഷുഡ് ഹാവ് മാർക്സ് എബൌവ് 24 ഓർ അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഹാവ് എന്താണ് 24 മാർക്സ്, അതായത് 40% ഓഫ് 60, അതാണ് ഈ 24 മാർക്സ് എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് രണ്ട് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മിനിമം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എൻ സെമസ്റ്റർ എക്സാമിനേഷന് 24 മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, എൻ സെമസ്റ്റർ എക്സാമിനേഷന് 24 മാർക്കാണ് വേണ്ടതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ പറയാം എൻ സെമസ്റ്റർ എക്സാമിനേഷൻ. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റേണൽ ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് എന്താണ് 40 ആണ്. പ്ലസ് നമുക്ക് എന്താണ് വേണ്ടത്, അടുത്തത് നമുക്ക് വരുന്നത് എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ആണ്. സോ ദിസ് ഇസ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, ഇത് നമുക്ക് വരുന്നത് എന്താണ് എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ആണ്. സോ ഇവിടെ എൻ സെമസ്റ്റർ എക്സാമിനേഷന് ഔട്ട് ഓഫ് 60 നമുക്ക് തീർച്ചയായിട്ടും എത്ര വേണം, മിനിമം നമുക്ക് 24 മാർക്സ് വേണം, മിനിമം 24 മാർക്സ് വേണം. സോ പാസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മിനിമം 24 മാർക്സ് വേണം. സോ നമുക്കറിയാം യു ഷുഡ് അറ്റ്ലീസ്റ്റ് ഹാവ് എ മിനിമം മാർക്ക് ഓഫ് എന്താണ് 50. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇഫ് യു ആർ സ്കോറിംഗ് 26 മാർക്സ് ഔട്ട് ഓഫ് 40, ഇന്റേണൽ മാർക്സ് നിങ്ങൾക്ക് 40ൽ 26ഉം ലഭിച്ചു. അതുപോലെ തന്നെ നമുക്ക് എൻ സെമസ്റ്റർ എക്സാമിൽ നമുക്ക് 24 മാർക്ക് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, 50 നമ്മൾ നേടി ഔട്ട് ഓഫ് 100 എന്ന് പറയാൻ പറ്റും. സോ ദിസ് ഇസ് എ മിനിമം, ഒരു മിനിമം പാസ് ക്രൈറ്റീരിയൻ ആണ്. ഇപ്പൊ നമുക്ക് അല്ലാതെ നമുക്ക് നോക്കാം, ഫോർ എക്സാമ്പിൾ 60ൽ നിങ്ങൾക്ക് 30 മാർക്കാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഇന്റേണൽ എന്ത് മതി, 20 മാർക്സ് മതി. ഓക്കെ, ബട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ആണെങ്കിൽ മിനിമം നമുക്ക് എത്ര വേണം, 24 മാർക്സ് നിർബന്ധമായിട്ടും വേണ്ടി വരും, തീർച്ചയായിട്ടും വേണം. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഇന്റേണൽ മാർക്ക് നേടുന്നത് അത്ര ബുദ്ധിമുട്ടായ കാര്യങ്ങളൊന്നുമല്ല. അറ്റൻഡൻസിന്റെ 5 മാർക്സ് അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ അറ്റൻഡൻസിൽ ആ 5 മാർക്സ് നേടിയെടുക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. അടുത്തത് അസൈൻമെന്റ് എന്താണ് 15 മാർക്സ്, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. എന്താണ് അസൈൻമെന്റ്സിന് ഈ 15 മാർക്സ് നേടുക എന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റേണൽ മാർക്സിൽ ഫോർ എക്സാമ്പിൾ 10 നേടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് എന്താണ്, ഇത് മൊത്തത്തിൽ ഒരു 15 അല്ലെങ്കിൽ 13, ബാക്കിയുള്ളതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് നേടുക, ഒരു എന്താണ് 20 അല്ലെങ്കിൽ ഒരു 15, ഇവിടെ നമുക്കൊരു 15ഉം പിന്നെ ഇവിടെ നിന്ന് ഒരു 15ഉം, സോ 30 മാർക്ക്. അല്ലെങ്കിൽ എന്താണ്, ഇവിടെ നിന്ന് നമുക്ക് എന്താണ് ഒരു 13, ഇവിടെ നിന്ന് ഒരു എന്താണ് ഒരു 12, ഇങ്ങനെയൊക്കെ നമ്മൾ നേടുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും, 25. സോ 25 മാർക്ക് നമുക്ക് ഇന്റേണൽ ലഭിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് സ്കോർ ചെയ്യണം, 25 തന്നെ സ്കോർ ചെയ്യണം. 25 സ്കോർ ചെയ്താൽ നമുക്ക് എന്താണ് മിനിമം റിക്വയർമെന്റ് ആയ 50 മാർക്സ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. സോ മിനിമം അല്ല നമ്മുടെ റിക്വയർമെന്റ്. സോ നന്നായി പഠിക്കുക. സോ നമുക്ക് അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ നന്നായി പഠിക്കുക, ഇന്റേണൽ മാർക്സും നന്നായിട്ട് നേടുക, അതുപോലെ തന്നെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാം എഴുതുക, പാസ്സാവുകയും ചെയ്യുക. സോ അറ്റൻഡൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റൻഡൻസ് എന്താണ്, അറ്റൻഡൻസിന്റെ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് അഡ്മിറ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ലേറ്റർ സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അടുത്തെന്താണ്, ഹൗ യു വിൽ ബി ഇവാലുവേറ്റഡ്. സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്ട്സ് എന്താണ്, GCPH 1-1. GCPH 1-1 എന്ന് പറയുമ്പോൾ ഫിസിക്സ് ഫോർ ഫിസിക്കൽ സയൻസ്. അതുപോലെ തന്നെ GCC YT
1 to 2 കെമിസ്ട്രി ഫോർ ഫിസിക്കൽ സയൻസുമാണ്. സോ ഇവിടെ നമുക്ക് സെയിം അത് തന്നെയാണ്, സെയിം ക്ലാസ് ഇത് തന്നെയാണ് വരുന്നത്. ഇന്റേണൽ അസസ്മെന്റിന് 40 മാർക്സ് ഉണ്ടാവും. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. സോ അതുപോലെ തന്നെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻസിന് എന്തുണ്ടാവും, 60 മാർക്സും ഉണ്ടാവും. ടോട്ടൽ നമുക്ക് എത്രയാണ്, 100 മാർക്സിലായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, 40 മാർക്സ് ഫ്രം കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ ആൻഡ് 60 മാർക്സ് ഫ്രം ദ എൻ സെമസ്റ്റർ എക്സാമിനേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വാല്യുവേറ്റ് ചെയ്യുക. സോ മിനിമം നമ്മൾ എത്ര സ്കോർ ചെയ്യണം, 50 മാർക്സ് എങ്കിലും മിനിമം നമ്മൾ സ്കോർ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, പാസ് ആവുക പറ്റുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് എന്താണ്, കണ്ടിന്യൂസ് അസസ്മെന്റ് ആൻഡ് ലാബ് എക്സാമിനേഷൻസ്. കണ്ടിന്യൂസ് അസസ്മെന്റ് ആൻഡ് ലാബ് എക്സാമിനേഷൻസ് നമുക്ക് കെമിസ്ട്രി ആൻഡ് ഫിസിക്സിന് എന്ത് ചെയ്യുക, യു വിൽ നോട്ട് ബി ഹാവിംഗ് എ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ഒന്നും നമുക്ക് ഉണ്ടാവില്ല, ലാബ് എക്സാമിനേഷൻ ഉണ്ടാവുകയില്ല കേട്ടോ. സോ കണ്ടിന്യൂസ് അസസ്മെന്റ് ആൻഡ് ലാബ് എക്സാമിനേഷൻ നമുക്ക് എത്രയാണ്, 10 + 5 15 മാർക്സ് ആണ് വരിക. അതിൽ 15 മാർക്സിൽ പ്രിപ്പറേഷൻ ആൻഡ് പ്രീ ലാബ് വർക്ക്സ് ക്യാരീസ് എന്താണ്, 2 മാർക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കണ്ടക്ട് ഓഫ് എക്സ്പെരിമെന്റ്, സോ നമ്മൾ എങ്ങനെയാണ് എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ലഭിക്കും, ഒരു 2 മാർക്സ് നമുക്ക് ലഭിക്കും. ലാബ് റിപ്പോർട്ട്സ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെൻ കൺസിഡറിങ് എ ലാബ് നമുക്ക് എന്താണ്, ലാബ് റിപ്പോർട്ട്സ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗിന് എത്രയാണ്, 3 മാർക്സ് നമുക്കുണ്ട്. വൈവാവോസ് ഉണ്ട്, വൈവാവോസ് എന്താണ്, 3 മാർക്സ്. സോ നമുക്കത് നന്നായിട്ട് ലാബ് അറ്റൻഡ് ചെയ്ത് ലാബിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ വൈവാവോസ് പ്രോപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം. ഇന്റേണൽ എക്സാമിനേഷൻ 3, ലാബ് എക്സാമിനേഷൻ നമുക്ക് ഇന്റേണൽ എക്സാം വരുന്നത് എത്ര മാർക്കിനാണ്, 5 മാർക്സിനുമായിരിക്കും നമുക്ക് വരികയും ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ, കണ്ടിന്യൂസ് അസസ്മെന്റ് ആൻഡ് ലാബ് എക്സാമിനേഷൻ. അടുത്ത നമുക്ക് എന്താണ്, ഹൗ യു വിൽ ബി ഇവാലുവേറ്റഡ്. സോ നമുക്ക് അടുത്ത് നോക്കേണ്ടത് എന്താണ്, അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ ആണ്. UCEST 105 അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ, അതാണ് എന്ത്, UCEST 105. ഓക്കെ, ഇവിടെയും സെയിം, ദ ഇന്റേണൽ അസസ്മെന്റ് വിൽ ബി ക്യാരിഡ് ഔട്ട് എന്താണ്, ഔട്ട് ഓഫ് 40 മാർക്സ്, 5 മാർക്സ് ഫോർ അറ്റൻഡൻസ്. നമ്മുടെ അസൈൻമെന്റ്സ് നമ്മുടെ എന്താണ് 15 മാർക്സ് വരും. ഇന്റേണൽ എക്സാമിനേഷൻ 1 ആൻഡ് ഇന്റേണൽ എക്സാമിനേഷൻ 2 കമ്പൈൻഡ് നമുക്ക് എന്തായിരിക്കും 20 മാർക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ വിൽ ബി ക്യാരിഡ് ഔട്ട് ഓഫ് 60 മാർക്സ്. മിനിമം യു ഷുഡ് ഹാവ്, നമുക്ക് പൈത്തൺ നമുക്ക് പാസ് ആണെങ്കിൽ നമുക്ക് എന്താണ്, മിനിമം 15 മാർക്സ് തീർച്ചയായിട്ടും ഉണ്ടാവണം ഔട്ട് ഓഫ് എന്താണ് 100 എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, അത് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തു അതിന്റെ ക്രൈറ്റീരിയാസ് എന്താണ് എന്ന്. നെക്സ്റ്റ്, ഹൗ വിൽ നമ്മൾ എങ്ങനെയാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്ട് എന്താണ്, GCES 106 ആണ്. GCESL 106 അതെന്താണ്, നമ്മുടെ വർക്ക്ഷോപ്പ് ആണ്, നമ്മുടെ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ആണ്. സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ നമുക്ക് വരിക. ഈ വർക്ക്ഷോപ്പ് എന്ന കോഴ്സിൽ നമുക്ക് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, വർക്ക്ഷോപ്പിനും എന്ത് ചെയ്യുക, നമുക്ക് എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ആയിട്ടില്ല. സോ ഇന്റേണൽ എക്സാമിനേഷൻ തന്നെ ഉള്ളൂ ഈ ലാബിന്. ഓക്കെ, സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ നമുക്ക് വരിക 50 മാർക്സ് ആണ്. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ നമുക്ക് വരിക 50 മാർക്സ് ആണ്. സോ അതിൽ അറ്റൻഡൻസ് 5 മാർക്സ് ഉണ്ടാവും. പ്രിപ്പറേഷൻ ഓഫ് ലാബ് പ്രീ ലാബ് വർക്ക്, എക്സ്പെരിമെന്റ്സ്, വൈവ ആൻഡ് ടൈംലി കംപ്ലീഷൻ ഓഫ് ലാബ് റിപ്പോർട്ട്സ്, ഇതിനെല്ലാം ചേർത്താണ് നമുക്ക് എന്തുണ്ടാവുക, 45 മാർക്സ് ഉണ്ടാവുക. ഓക്കെ, എത്ര ഉണ്ടാവുക, 45 മാർക്സ് വിൽ ബി അവാർഡഡ് ഫോർ യു. സോ 45 പ്ലസ് അറ്റൻഡൻസിന്റെ 5 മാർക്സും കൂടെ നമുക്ക് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ നമുക്ക് എത്രയാണ് ഉണ്ടാവുക, 50 മാർക്സ് ആയിരിക്കും നമുക്ക് എന്തിലുണ്ടാവുക, വർക്ക്ഷോപ്പ്, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ നമുക്ക് ഉണ്ടാവുക. സോ ഇവിടെ നോക്കുക, എൻ സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയുന്നേ ഉള്ളൂ, ബട്ട് അവിടെ എന്താണ്, ഇന്റേണൽ ഇവാലുവേഷനേ ഉള്ളൂ. എന്താണ്, ഇന്റേണൽ ഇവാലുവേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഇന്റേണൽ ഇവാലുവേഷൻ മാത്രമേ ഉള്ളൂ. അതിനെന്താണ് 50 മാർക്സുമാണ്. ഇന്റേണൽ ഇവാലുവേഷൻ ആണ് ലാബിന് നടക്കുക. ഓക്കെ, പ്രൊസീജിയർ, പ്രിപ്പറേറ്ററി വർക്ക്, ഡിസൈൻ, അതിനെത്രയാണ് 10 മാർക്സ് ക്യാരി ചെയ്യുന്നു. കണ്ടക്ട് ഓഫ് എക്സ്പെരിമെന്റ്, എക്സിക്യൂഷൻ ഓഫ് വർക്ക്, ട്രബിൾ ഷൂട്ടിംഗ്, പ്രോഗ്രാമിങ്ങിന് എത്രയാണ് 15 മാർക്സ് ആണ് ഉള്ളത്. റിസൾട്ട് വിത്ത് വാലിഡ് ഇൻഫറൻസ്, ക്വാളിറ്റി ആൻഡ് ഔട്ട്പുട്ട് 10 മാർക്സ് ഉണ്ട്. വൈവാവോസിന് എത്രയാണ് 10 മാർക്സ് ഉണ്ട്. അതുപോലെ തന്നെ റെക്കോർഡിനും എന്തുണ്ട് 5 മാർക്സ് ഉണ്ട്. സോ നന്നായിട്ട് ലാബ്സ് ഒക്കെ പഠിക്കാൻ. സോ ലാബ്സ് ആർ ദ ബേസിക്സ്. അടുത്ത മാനുഫാക്ചറിംഗ് പ്രോസസ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലാബാണ് വർക്ക്ഷോപ്പ് ലാബറട്ടറി. സോ തീർച്ചയായിട്ടും അത് നല്ല ഒരു ഇൻട്രസ്റ്റോടെ ലാബ്സിനെ നോക്കുക. ലാബ്സ് എപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റോടെ ലാബ്സ് നേടണം. ഒരു പ്രാക്ടിക്കൽ നോളജ് നമുക്ക്, ഓൺ ഹാൻഡ് നോളജ് നമുക്ക് തീർച്ചയായിട്ടും വേണം. സോ ലാബിനെ ഒരിക്കലും എന്താണ് ഒരു ലാഘവത്തോടെ കാണരുത്, ലാബിനെ എപ്പോഴും സീരിയസ് ആയിട്ട് കാണുകയാണ്. ഓക്കെ, ലാബിൽ നമുക്ക് ലഭിക്കുന്ന നോളജും വളരെയധികം എന്താണ് മൂല്യമുള്ള ഒരു നോളജാണ്. ഓക്കെ, യെസ്.
നെക്സ്റ്റ് അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അറ്റൻഡൻസ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അറ്റൻഡൻസ്. എന്തുകൊണ്ട് അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ് സാർ ആദ്യം തൊട്ട് പറയുന്നത്? എന്തിനാണ് ഈ അറ്റൻഡൻസിന് ഇത്ര ഇമ്പോർട്ടൻസ്? സോ അറ്റൻഡൻസ് തീർച്ചയായിട്ടും വേണം. സോ അറ്റൻഡൻസ് തീർച്ചയായിട്ടും എന്ന് പറയുമ്പോൾ മിനിമം അറ്റൻഡൻസ് ഇസ് മാൻഡേറ്ററി ഫോർ എക്സാം എലിജിബിലിറ്റി. എക്സാമിന് നിങ്ങൾ എലിജിബിൾ ആകണമെങ്കിൽ, ഇഫ് എക്സാമിന് എലിജിബിൾ ആണെങ്കിൽ യു ഷുഡ് അറ്റ്ലീസ്റ്റ് ഹാവ് 75% ഓഫ് അറ്റൻഡൻസ് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? യു ഷുഡ് അറ്റ്ലീസ്റ്റ് ഹാവ് 75% ഓഫ് അറ്റൻഡൻസ് if you need to be eligible for the examinations. എക്സാം നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നമുക്ക് എത്ര വേണം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മിനിമം അറ്റൻഡൻസ് ഇസ് മാൻഡേറ്ററി ഫോർ എക്സാം എലിജിബിലിറ്റി. എത്രയാണ്? 75% അറ്റ്ലീസ്റ്റിൽ നമുക്ക് എന്ത് വേണം? നിർബന്ധമായും വേണം എക്സാം നമുക്ക് എലിജിബിലിറ്റി നേടണമെങ്കിൽ. ഓക്കെ, ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. സോ അറ്റൻഡൻസ് നമ്മൾ ഈ എക്സാം എഴുതാൻ മാത്രമായിട്ടുമല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് വരുന്ന സബ്ജക്ട്സ് ഒരു മാത്തമെറ്റിക്സ് ആവാം, ഫിസിക്സ് ആവാം, അല്ലെങ്കിൽ പൈത്തൺ ആവാം, മെക്കാനിക്സ് ആവാം. നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്ലാസ് മിസ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അന്നൊരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബേസിക്സ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ, നമ്മൾ അന്ന് ലീവ് ആണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് പോയി ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ബ്ലാങ്ക് ആയിരിക്കും. അതിലേക്ക് ഒരു ടീച്ചറും നമുക്ക് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് വന്ന് പറഞ്ഞു തരാനൊന്നും പോകുന്നില്ല. കാരണം ഡേയ്സ് ആർ ലിമിറ്റഡ്. സോ നമുക്ക് അത് മനസ്സിലാക്കാം. നമ്മുടെ വർക്കിംഗ് ഡേയ്സ് ആർ ലിമിറ്റഡ്. നമുക്ക് 4 മൊഡ്യൂൾ തീർക്കണം, അതിനിടയിൽ ലാബ്സ് ഉണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളുള്ളത് കൊണ്ട് ഇൻഡിവിജ്വൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ സ്വന്തമായി പഠിക്കേണ്ടതായിട്ടുണ്ട് എഞ്ചിനീയറിംഗിൽ. അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ സ്വന്തമായി ആണ് ഇവിടെ പോരാടി പഠിക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ ലീവ് എടുത്ത് കഴിയുമ്പോൾ, ഇഫ് യു ആബ്സെന്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഡേ, നമുക്ക് എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില ഫണ്ടമെന്റൽസ് മിസ്സായേക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് മനസ്സിലായേക്കാം. അപ്പൊ ആ ഫോളോ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സോ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകാൻ ശ്രമിക്കുക. അണ്ടർ ഇറ്റ് ഇസ് എ വെരി ഏർജൻസി. സോ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോവുക. എല്ലാ ദിവസവും ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും ഓരോ സബ്ജക്ട്സും. ഓക്കെ, നെക്സ്റ്റ് ഇംപ്രൂവ്സ് ഇന്റേണൽ അസസ്മെന്റ് മാർക്സ്. സോ തീർച്ചയായിട്ടും എന്താണ്? നിങ്ങളുടെ ഇന്റേണൽ മാർക്സ് തീർച്ചയായിട്ടും കൂടും. ഇഫ് യു ആർ ഗോയിങ് ടു കോളേജ് എവറി ഡേ, നിങ്ങളുടെ തീർച്ചയായിട്ടും എന്താണ്? അറ്റൻഡൻസിൽ 5 മാർക്സ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ദാറ്റ് ഇസ് എ വെരി ബിഗ് ബൂസ്റ്റ് ടു യുവർ CGPA എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അടുത്ത എന്താണ്? എൻഹാൻസസ് ഇന്ററാക്ഷൻ വിത്ത് ഫാക്കൽറ്റി. സോ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ ഫാക്കൽറ്റി വിൽ ഗെറ്റ് യൂസ് ടു യു. ഫാക്കൽറ്റിക്ക് നിങ്ങൾ ആരാന്നറിയാം, നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് അറിയാം, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ ഡീൽ ചെയ്യണം എന്നറിയാം. സോ ഫാക്കൽറ്റിക്ക് നിങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം നേടാൻ പറ്റും. യു വിൽ ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ടീച്ചർ. നമുക്ക് ഡൗട്ട്സ് ചോദിക്കാൻ യാതൊരുവിധ മടിയും ഉണ്ടാവില്ല. ഓക്കെ, സോ ഫാക്കൽറ്റിയുടെ ക്ലാസ് എങ്ങനെയാണ്, അത് ഏത് രീതിയിലാണ് പോകുന്നത്, എല്ലാം എത്രത്തോളം എത്തി എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, സോ എൻഹാൻസസ് എന്താണ്? എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്? യു വിൽ ബി ഹാവിങ് എ ബെറ്റർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഫാക്കൽറ്റീസ്. ഓക്കെ, അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ലാബ് ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞാലും ശരി, എക്സാമിന്റെ സമയത്ത് അഡ്വൈസസ് നേടാനാണെന്ന് പറഞ്ഞാലും ശരി. ഓക്കെ, സോ അവരെല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും. അവർക്ക് വളരെയധികം നോളജസ് ഉണ്ടാവും. അവർ എക്സാംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റിനെ എങ്ങനെ പഠിക്കാം എന്നുള്ളതിൽ വളരെയധികം നോളജ് അവർക്കുണ്ടാവും. സോ അതെല്ലാം നിങ്ങൾ ഡെയിലി ക്ലാസ്സിൽ ചെല്ലുന്നതുകൊണ്ട് എന്ത് ലഭിക്കും? നിങ്ങൾക്കും പകർന്ന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ബിൽഡ് ഡിസിപ്ലിൻ ആൻഡ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്. സോ യെസ്, നമ്മൾ ഇതെല്ലാം ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മൾ ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ട് യു വിൽ ബി ജോയിനിങ് എ കമ്പനി, ഓർ യു വിൽ ബി ജോയിനിങ് എന്താണ് ഒരു ഫേമിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ യു ഷുഡ് ഹാവ് ഒരു പങ്ക്ച്വാലിറ്റി, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു പ്രൊഫഷണൽ, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. നമുക്ക് ഓൺ ടൈമിൽ നമ്മൾ ചെല്ലണം, എല്ലാ ദിവസവും നമ്മൾ പ്രസന്റ് ആയിരിക്കണം എന്നുള്ളത് എന്താണ്? ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ആ ഡിസിപ്ലിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡും നമുക്ക് വേണം. ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാണ്. കാരണം നമ്മൾ പഠിക്കുന്ന എന്താണ്? ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഓക്കെ, സോ വി ഷുഡ് മെയിൻറ്റെയിൻ ദാറ്റ് ഡെക്കറം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ബിൽഡ്സ് ഡിസിപ്ലിൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് വരികയാണ്. സോ അങ്ങനെ പ്രോപ്പർ ആയിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ക്യാരക്ടർ ഫ്രെയിം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നല്ലൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്നു. സോ എല്ലാ ദിവസവും വരിക, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു പഠനം മുമ്പോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്. ഓൾ ദിസ് ഹെൽപ്സ് ഇൻ യുവർ
ഓൾ ദീസ് തിങ്സ് ഹെൽപ്സ് എന്താണ് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, യെസ്. സോ അറ്റൻഡൻസ് മാർക്ക് റൂൾ, അറ്റൻഡൻസിന്റെ മാർക്ക് റൂൾ എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം. സോ അറ്റൻഡൻസ് മാർക്ക് റൂൾ എന്ന് പറയുമ്പോൾ ഫ്രം എന്താണ് 85% to 100%. സോ 85 ആണെന്ന് പറഞ്ഞാലും ശരി, 86 ആണെന്ന് പറഞ്ഞാലും ശരി, 100% അറ്റൻഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര മാർക്കാണ് ലഭിക്കുന്നത്? യു വിൽ ബി ഗെറ്റിംഗ് എ മാർക്ക് ഓഫ് 5 മാർക്സ്. നമുക്ക് ഇന്റേണൽ മാർക്സിൽ എത്രയാണ് ലഭിക്കുക? 5 മാർക്സ് ആയിരിക്കും ലഭിക്കുക. സോ 80 to 100 ആണെങ്കിൽ നമുക്ക് എന്താണ് 5 മാർക്സ് ആണ് നമുക്ക് ലഭിക്കുന്ന ഇന്റേണൽ മാർക്സ്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു പെർസെൻറ്റേജിനുള്ളിൽ വരാൻ എപ്പോഴും ശ്രമിക്കുക. അത് മാർക്സിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി നിങ്ങൾക്കൊരു ഡിസിപ്ലിനും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡും അതിൽ നിന്ന് നിങ്ങൾക്ക് താനെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, സോ 80 to 100% ആണ് നിങ്ങളുടെ അറ്റൻഡൻസിൽ. യു വിൽ ബി ഗെറ്റിംഗ് എൻ ഇന്റേണൽ മാർക്ക് ഓഫ് എന്താണ് അറ്റൻഡൻസിന് 5 മാർക്സ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, എബവ് 80 ആണെങ്കിൽ നമുക്ക് എന്താണ് എബവ് 80 or that is above 80 to 84 ആണെങ്കിൽ നമുക്ക് എന്താണ് യു വിൽ ബി ഗെറ്റിംഗ് എ മാർക്ക് ഓഫ് എന്താണ് 4 എന്ന് നമുക്ക് പറയാൻ പറ്റും. 75 above 75, that is 75 to 80 or 75 to 79 ആണെങ്കിൽ നമുക്ക് എന്താ ലഭിക്കുക 3% എന്ന് നമുക്ക് ലഭിക്കും. സോ above 70, that is less than 75% ആണെങ്കിൽ നമുക്ക് എത്രയാണ് ലഭിക്കുക? ജസ്റ്റ് 2 മാർക്സ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ എലിജിബിലിറ്റി ആയ 75% ഒന്ന് എപ്പോഴും മനസ്സിൽ വെക്കുക. ഓക്കെ, യെസ്. സോ above 60, that is less than 70, നമുക്ക് എത്രയാണ് 1 മാർക്കേ ലഭിക്കുകയുള്ളൂ. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ബിലോ 60% നമുക്ക് എത്രയാണ് അറ്റൻഡൻസ് വിൽ ബി 0 എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, ഇന്റേണൽ മാർക്സ് 0 ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, ഇഫ് യു നീഡ് ടു സ്കോർ എന്താണ് നമുക്ക് ഇന്റേണൽ മാർക്സ് എന്താണ് വരുന്നത് 40 ആണ്, 40 + 60 ആണ്. സോ അവിടെ നമുക്ക് പാസ് ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? മിനിമം 50 മാർക്സിലും സ്കോർ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇന്റേണൽ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? പാസ് ആവാം. ബട്ട് അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുട്ടിയും പോകരുത്. കാരണം എന്ത് ചെയ്യുക, ഈ ഇന്റേണൽ മാർക്സ് മേടിക്കുക എന്നുള്ളത് വളരെ പാട് പിടിച്ച ഒരു കാര്യമൊന്നുമല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇന്റേണൽ മാർക്സ് നന്നായിട്ട് സ്കോർ ചെയ്യുക, എൻ സെമസ്റ്റർ എക്സാമിനേഷനും നന്നായിട്ട് പഠിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാൻ തന്നെ നോക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഇസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡന്റും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഇയർ ഔട്ട് ക്രൈറ്റീരിയ ആണ്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇയർ ഔട്ട് ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. സോ നമുക്ക് ഓരോ സെമിസ്റ്ററിലും ടോട്ടൽ ക്രെഡിറ്റ്സ്, ആ കരിക്കുലത്തിൽ അലോക്കേറ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റ്സ് എത്രയാണ്, ക്യുമുലേറ്റീവ് ക്രെഡിറ്റ്സ് എത്രയാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ടോട്ടലി വരുന്ന അലോക്കേറ്റഡ് ക്രെഡിറ്റ്സ് വരുന്നത് 20 ആണ്. നമ്മളിപ്പോൾ ഓരോ സബ്ജക്ട്സ് നമ്മൾ നോക്കി, ആ സബ്ജക്ട്സിന്റെ എല്ലാം ക്രെഡിറ്റ്സ് ചേർത്താൽ നമുക്ക് എത്രയാണ് വരിക? 20 ആണ്. സോ അതിന്റെ ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ എന്ത് തന്നെ ആയിരിക്കും? 20 ക്രെഡിറ്റ്സ് തന്നെ ആയിരിക്കും, അല്ലേ? സോ മിനിമം ക്യുമുലേറ്റീവ് റിക്വയർഡ് ഫോർ റെഗുലർ ബിടെക് സ്റ്റുഡൻസ്. സോ നമുക്ക് ഈ മിനിമം ക്രൈറ്റീരിയ വരുന്നത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ 5th സെമസ്റ്റർ ഒന്ന് നോക്കിക്കേ. 5th സെമസ്റ്ററിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യു ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് എന്താണ് ദ മിനിമം ക്യുമുലേറ്റീവ് റിക്വയർഡ് ഫോർ എന്താണ് ഒരു റെഗുലർ ബിടെക് സ്റ്റുഡന്റിന് S5ലേക്ക് കയറണമെങ്കിൽ, S5ന് എലിജിബിൾ ആകണമെങ്കിൽ ഈ ഷുഡ് അറ്റ്ലീസ്റ്റ് ഹാവ് എന്താണ് 18 ക്രെഡിറ്റ്സ് ഫ്രം S1 and S2. S1ലും S2ലും കമ്പൈൻഡ് ആയിട്ട്, S1 and S2ൽ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് എത്രയാണ് വരുന്നത്? 44 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്, ഇൻക്ലൂഡിംഗ് ഫസ്റ്റ് സെമസ്റ്റർ ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ നമുക്ക് ക്യുമുലേറ്റീവ് ആയിട്ട് വരുന്നത്. അതായത് ഫസ്റ്റ് സെമസ്റ്ററിലെ 20 ക്രെഡിറ്റ്സും സെക്കൻഡ് സെമസ്റ്ററിലെ 24 ക്രെഡിറ്റ്സും. സോ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് എത്ര ക്രെഡിറ്റ്സ് ആണ്? 44 ക്രെഡിറ്റ്സ് ആണുള്ളത്. ഈ 44 ക്രെഡിറ്റ്സിൽ 18 ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്റ്റുഡന്റ് എന്തിന് എലിജിബിൾ ആവുകയുള്ളൂ? സെമസ്റ്റർ 5ന് എലിജിബിൾ ആവുകയുള്ളൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഈ 18 ക്രെഡിറ്റ്സ് ഔട്ട് ഓഫ് 44 എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണ്. യു വിൽ ബി ഹാവിംഗ് ലാബ്സിന്റെ ക്രെഡിറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം, തിയറി സബ്ജക്ട്സിൽ നമുക്ക് ഈസി ആയിട്ട് പാസ് ആവാം. ബട്ട് അങ്ങനെയല്ല, നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ക്രെഡിറ്റ്സ് എപ്പോഴും നമുക്ക് മാക്സിമം ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഈ പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായി നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ
ഈ പഠനത്തിൽ പുറകോട്ടാണെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ സ്വന്തമായി പഠിക്കുക, സ്വന്തമായി നമ്മൾ എന്ത് ചെയ്യുക, നല്ല മാർക്ക് നേടുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നല്ല അറിവ് നേടുവാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ 18 ക്രെഡിറ്റ്സ് ഫ്രം S1 ആൻഡ് S2. ഈ സെമസ്റ്റർ 1ലും സെമസ്റ്റർ 2ലും കമ്പൈൻഡ് 18 ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, 5th സെമസ്റ്ററിന് എലിജിബിൾ ആവുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 3rd സെമസ്റ്ററിൽ എത്രയാണ്, 25 ക്രെഡിറ്റ്സ് ഉണ്ട്. 4th സെമസ്റ്റർ 24 ക്രെഡിറ്റ്സ് ഉണ്ട്. അത് ക്യുമുലേറ്റീവ് ക്രെഡിറ്റ് എത്രയാണ്, നമുക്ക് 93 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. സോ അടുത്ത എന്താണ്, 5th സെമസ്റ്ററിൽ വരുമ്പോൾ 23 ക്രെഡിറ്റ്സ് ഉണ്ട്. സോ ക്യുമുലേറ്റീവ് ആയിട്ട് വരിക നമുക്ക് എത്രയായിരിക്കും, 116. അപ് ടു 5th സെമസ്റ്റർ നമുക്ക് മൊത്തം ക്രെഡിറ്റ്സ് എത്രയാണ്, 116 ആണ്. സോ ആ 116ൽ 18 അല്ല കേട്ടോ. മനസ്സിലാക്കേണ്ട കാര്യം, ഈ 44, അതായത് ഈ ഫസ്റ്റും സെക്കൻഡ് സെമസ്റ്ററിന്റെയും ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ക്രെഡിറ്റ് ആയ 44ൽ നമുക്ക് എത്ര വേണം, മിനിമം നമുക്ക് 18 ക്രെഡിറ്റ്സ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ 5th സെമസ്റ്ററിന് നമ്മൾ എന്താവുകയുള്ളൂ, എലിജിബിൾ ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ സോ ഇവിടെ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് ആ ഒരു ക്രൈറ്റീരിയ വരില്ല. ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് വരിക 7th സെമസ്റ്ററിലായിരിക്കും. ഓക്കെ, സോ ഇവിടെ അടുത്ത 7th സെമസ്റ്ററിൽ ഒരു റെഗുലർ ബിടെക് സ്റ്റുഡന്റ് ആണെങ്കിൽ 7th സെമസ്റ്ററിന് അവൻ എന്ത് വേണം, 37, മിനിമം 37 ക്രെഡിറ്റ്സ് വേണം. എന്താണ്, സെമസ്റ്റർ 1, സെമസ്റ്റർ 2, സെമസ്റ്റർ 3 ആൻഡ് സെമസ്റ്റർ 4 കമ്പൈൻ ചെയ്ത് അവന് മിനിമം എന്ത് വേണം, 37 ക്രെഡിറ്റ് വേണം. അതായത് 93 ക്രെഡിറ്റിൽ ക്യുമുലേറ്റീവ് ആയിട്ട് 4 സെമസ്റ്ററിൽ നമുക്ക് ഉണ്ടാവുന്ന ക്രെഡിറ്റ് എത്രയാണ്, 93 ആണ്. സോ ഔട്ട് ഓഫ് 93 മിനിമം എന്ത് വേണം, 37. ഔട്ട് ഓഫ് 93 മിനിമം 37 ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ 7th സെമ്മിന് എന്താവുകയുള്ളൂ, ആ സ്റ്റുഡന്റ് എലിജിബിൾ ആവുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നേരെ മറിച്ച് ലാറ്ററൽ എൻട്രി സ്റ്റുഡന്റ് ആണെങ്കിൽ S7ലേക്ക് അവന് എലിജിബിൾ ആവണമെങ്കിൽ S3 തൊട്ട് S4 വരെ അവൻ എന്ത് വേണം, മിനിമം 15 ക്രെഡിറ്റ്സ് എങ്കിലും വേണം. സോ ദാറ്റ് ഇസ് 69. സോ ഇവിടെ S3 ആൻഡ് S4 കമ്പൈൻ ചെയ്ത് അവന് മിനിമം എന്ത് ക്രെഡിറ്റ്സ് വേണം, 15 ക്രെഡിറ്റ്സ് എങ്കിലും ഉണ്ടെങ്കിലേ ഒരു ലാറ്ററൽ എൻട്രി സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഹി വിൽ ബി ജോയിനിങ് ഇൻ ദ കോളേജ് ഇൻ ദ സെക്കൻഡ് ഇയർ. ഒരു പോളിടെക്നിക് ഒക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ നമ്മൾ ലാറ്ററൽ എൻട്രീസ് എന്ന് പറയും. ഡിപ്ലോമ കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ നമ്മൾ ലാറ്ററൽ എൻട്രീസ് എന്ന് പറയും. സോ ലാറ്ററൽ എൻട്രി ആണ് നിങ്ങളെങ്കിൽ 7th സെമസ്റ്ററിൽ നിങ്ങൾക്ക് എത്ര വേണം, 15 ക്രെഡിറ്റ്സേലും വേണം. നിങ്ങൾക്ക് എന്ത് S3ലും S4ലും ചേർത്ത് 15 ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ആവുകയുള്ളൂ, സെമസ്റ്റർ 7ൽ നിങ്ങൾ എന്ത് ആവുകയുള്ളൂ, എലിജിബിൾ ആവുകയുള്ളൂ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. നിങ്ങൾ എല്ലാവരും ഇത് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ്. ഓക്കെ, സോ 8th സെമസ്റ്ററിൽ ഇറ്റ് ഇസ് നോട്ട് ഇൻസിസ്റ്റഡ് അല്ലെ. സോ 5th ആൻഡ് 7th സെമസ്റ്ററിൽ എത്രത്തോളം ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവുകയുള്ളൂ എന്നതിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ധാരണ നിങ്ങൾക്ക് എന്ത് വേണം, തീർച്ചയായിട്ടും. ഓക്കെ, യെസ്. അടുത്തത് ആക്ടിവിറ്റി പോയിന്റ്സ് ആണ്. ഇതും പലർക്കും അറിയില്ല ആക്ടിവിറ്റി പോയിന്റ്സ് എന്താണ് എന്നുള്ളത്. സോ ഒരു കുട്ടിക്ക് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, മിനിമം ആക്ടിവിറ്റി പോയിന്റ്സിൽ 3 ക്രെഡിറ്റ്സ് എങ്കിലും തീർച്ചയായിട്ടും വേണം. ആക്ടിവിറ്റീസിൽ എന്ത് വേണം, 3 ക്രെഡിറ്റ്സ് എങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവണം. അതായത് ഈ ഓരോ ഗ്രൂപ്പിൽ നമുക്ക് 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ആക്ടിവിറ്റീസിൽ നമുക്ക് 3 ഗ്രൂപ്പ്സ് ഉണ്ട്, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 ആൻഡ് ഗ്രൂപ്പ് 3. ഈ 3 ഗ്രൂപ്പിൽ നിന്നും ഓരോ മാർക്ക് ഉണ്ടെങ്കിൽ, അതായത് ഈ 3 ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ ഗ്രൂപ്പ് 1ൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ NSS, അതുപോലെ നമുക്ക് എന്താണ് നാഷണൽ സർവീസ് സ്കീം ഉണ്ട്, NCC ഉണ്ട്, നാഷണൽ കാഡറ്റ് കോർപ്സ് ഉണ്ട്, NSO നാഷണൽ സ്പോർട്സ് ഓർഗനൈസേഷൻ. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വി കൻ പാർട്ടിസിപ്പേറ്റ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും, പോയിന്റ്സ് നമുക്ക് ലഭിക്കും. ഇപ്പൊ നമുക്ക് 40 പോയിന്റ്സ് ആണ്. 40 പോയിന്റ്സിന് മുകളിൽ നിങ്ങൾ മിനിമം 40 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ക്രെഡിറ്റ് ലഭിക്കും. 40 പോയിന്റ്സിന് എബോവ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് തന്നെ ലഭിക്കുകയുള്ളൂ, ഈ 1 മാർക്ക് തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ആർട്സ്, സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാവും, യൂണിയൻ ക്ലബ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ പങ്കുചേർന്ന ആക്ടിവിറ്റീസ് നമ്മൾ നേടുന്ന പോയിന്റ്സ് എല്ലാം നമുക്ക് എന്താണ് 40 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും, 1 ക്രെഡിറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. എവിടെ നിന്ന്, ഗ്രൂപ്പ് 1ൽ നിന്ന്. നമ്മുടെ
എന്താണ് നാഷണൽ സർവീസ് സ്കീം ആവാം, അല്ലെങ്കിൽ നാഷണൽ കാഡറ്റ് കോർപ്സ് ആവാം, നാഷണൽ സ്പോർട്സ് ഓർഗനൈസേഷൻ ആവാം. ഇതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ പോയിന്റ്സ് നേടിയെടുക്കാം. അല്ലെങ്കിൽ ആർട്സ്, സ്പോർട്സ്, ഗെയിംസ്, അല്ലെങ്കിൽ എന്താണ് യൂണിയൻ ക്ലബ് ആക്ടിവിറ്റീസ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ്സ് നേടിയെടുക്കാം വിത്ത് റെസ്പെക്ട് ടു ആക്ടിവിറ്റീസ്, യുവർ ആക്ടിവിറ്റീസ്. സോ ഗ്രൂപ്പ് 2ൽ നമുക്ക് എന്തൊക്കെയാണുള്ളത്? സോ ഇത് എന്താണ്, ഇറ്റ് ഈസ് അപ് ടു യുവർ ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ദിസ് ഇസ് എ ബെറ്റ്. ഈ ഗ്രൂപ്പ് 2ൽ ഈ ഫസ്റ്റ് 2 കാണുന്നത് ഇറ്റ് ഈസ് എ ബെറ്റ്. എന്താണ്, നമുക്ക് തീർച്ചയായിട്ടും നേടാൻ പറ്റും. നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്നാണല്ലോ അല്ലെ. സോ ഇവിടെ എന്താണ്, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കേഷൻ ആണ്. ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ടോഫൽ എന്താണ്, ടോഫൽ ഇസ് നത്തിങ് ബട്ട് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് ആണ് അല്ലെ. ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് ആണ് ടോഫൽ, അല്ലെങ്കിൽ IELTS, ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ BEC, ബിസിനസ് ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ നമുക്കറിയാം. സോ ഇതൊക്കെ നേടിയെടുക്കുക കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ബട്ട് യു ക്യാൻ ട്രൈ, യു ക്യാൻ ഡു ഇറ്റ്. നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെയാണ്. അടുത്ത എന്താണ്, ആപ്റ്റിറ്റ്യൂഡ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കേഷൻ, GRE. അതുപോലെ തന്നെ GRE എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻസ് ആണ്. നമുക്ക് CAT ഉണ്ട്, സോ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ GMAT ഉണ്ട്. ഇത് ഓരോ കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ ഒരു വാലിഡ് ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് പോയിന്റ്സ്. നമ്മുടെ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ എഞ്ചിനീയേഴ്സ്, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഈ എക്സാംസിലൂടെയും നമുക്ക് എന്ത് നേടിയെടുക്കാം, പോയിന്റ്സ് നമുക്ക് നേടിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തത് വരുന്നത്. ലൈക്ക് എന്താണ്, ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ്. ഒരു 2 വീക്സിന് നമ്മൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ പോയി നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, പോയിന്റ്സ് നമുക്ക് ലഭിക്കും. ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമ്മളെ സംബന്ധിച്ച്, സ്റ്റുഡൻസിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ ട്രെയിനിങ്, അതുപോലെ തന്നെ കോൺഫറൻസ് പേപ്പർ പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾക്കൊരു സിലബസിൽ നിന്നുള്ള കാര്യത്തിനെ കുറിച്ച് തന്നെ ഒരു റിസർച്ച് നടത്തുന്ന രീതിയിൽ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാം. നിങ്ങളുടെ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പേപ്പർ പ്രസന്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പേപ്പർ പ്രസന്റേഷൻ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്കൊരു ബാക്കിയുള്ള കോളേജസിലെ കൾച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പേപ്പർ പ്രസന്റേഷനിലൂടെ നമുക്ക് അറിവ് നേടാം, ടെക്നിക്കൽ നോളജ് നമുക്ക് നേടാം, സ്റ്റേജ് ഫിയേഴ്സ് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എന്താണ്, ഈ പേപ്പർ പ്രസന്റേഷൻ ആൻഡ് വർക്ക്ഷോപ്പ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ പ്രൊഫഷണൽ ബോഡി ആക്ടിവിറ്റീസ്, പാർട്ടിസിപ്പേഷൻ ഇൻ യൂണിവേഴ്സിറ്റി ലെവലോ സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ ഹാക്കത്തോൺസിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അതിന് സർട്ടൻ പോയിന്റ്സ് ഒക്കെ നമുക്ക് ലഭിക്കും. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇങ്ങനെയുള്ള പോയിന്റ്സ് നമുക്ക് ലഭിക്കും. സോ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ ഗ്രൂപ്പ് 2ലുള്ള ഈ സെക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂവിങ് ഓൺ ടു ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 3യിൽ നിന്ന് എങ്ങനെയൊക്കെ പോയിന്റ്സ് നമുക്ക് നേടാം, ജേർണൽ പബ്ലിക്കേഷൻ. സോ പേപ്പർ പ്രസന്റേഷന് പോവുക, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഫറൻസിലൊക്കെ പോയി നമ്മൾ ജേർണൽ പബ്ലിഷ് ചെയ്യുക. അതുപോലെ പേറ്റൻസ് നമുക്ക് നേടിയെടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ചെറിയ ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ അതിന് പേറ്റൻസ് നമുക്ക് എടുക്കാം. സ്റ്റാർട്ടപ്പ്, ഇറ്റ് ഇസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. ഇന്നോവേഷൻ, വിന്നേഴ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ ഹാക്കത്തോൺസിലൊക്കെ ജയിക്കുമ്പോൾ അതിന് വിന്നിംഗ് ആണ് നമ്മളെങ്കിൽ നമുക്ക് അതിനും പോയിന്റ്സ് നമുക്ക് നേടിയെടുക്കാം. അതുപോലെ തന്നെ സ്കില്ലിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അപ്രൂവ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഓർ അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെന്റ് ഇഷ്യൂഡ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ലൈക്ക് ASME ഒക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ആണ്, സ്കില്ലിംഗ് സർട്ടിഫിക്കറ്റ്സ് ആണ്. ആ സ്കില്ലിംഗ് സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ലൈക്ക് NPTEL സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ ഉള്ളതൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ എന്താണ്, നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് നേടിയെടുക്കാം, ലൈക്ക് 40 പോയിന്റ്സ് നമുക്ക് നേടിയെടുക്കാം. സോ ഇവിടെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താണ്, 3 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് ലഭിക്കേണ്ടത്. 1 ക്രെഡിറ്റ് ഫ്രം ഈച്ച് ഗ്രൂപ്പ് നമുക്ക് എന്ത് ചെയ്യണം, നേടിയെടുത്താൽ മാത്രമേ നമുക്ക് എന്താണ്, യു ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് 3 ക്രെഡിറ്റ്സ് എന്ന് നമുക്ക് പറയേണ്ടി വരും. സോ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി റിലേറ്റഡ് പോയിന്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതിൽ നിന്ന് നമുക്ക് എത്ര വേണം, മിനിമം വി ഷുഡ് ഹാവ് 3 ക്രെഡിറ്റ്സ്. ഓർ നമുക്ക് 1 പോയിന്റ് ഫ്രം ഈ 3 ഗ്രൂപ്പിൽ നിന്നും നമുക്ക് എന്ത് വേണം, 1 പോയിന്റ് എങ്കിലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, സോ മിനിമം ക്രെഡിറ്റ് റിക്വയർമെന്റ് എത്രയാണ്, 3 ക്രെഡിറ്റ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഒരു ഇത് നോക്കാം. സോ സ്റ്റുഡൻസ് ആർ റിക്വയർഡ് ടു അക്യൂർ എ മിനിമം 120 ആക്ടിവിറ്റി പോയിന്റ്സ്. സോ 120 ആക്ടിവിറ്റി പോയിന്റ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 1ൽ നിന്നൊരു 40, ഗ്രൂപ്പ് 2ൽ നിന്ന് 40, ഗ്രൂപ്പ് 3ൽ നിന്ന് 40. 40 + 40 + 40
മിനിമം എത്രയാണ് നമുക്ക് വേണ്ടത്? 120 ആക്ടിവിറ്റി പോയിന്റ്സ് ആണ്, വിത്ത് അറ്റ്ലീസ്റ്റ് 40 പോയിന്റ്സ് പെർ ഗ്രൂപ്പ് ടു ഫുൾഫിൽ ദ കരിക്കുലം റിക്വയർമെന്റ് ഓഫ് എന്താണ്? കരിക്കുലം റിക്വയർമെന്റ് ആയിട്ടുള്ളത് എത്രയാണ്? 3 ആക്ടിവിറ്റി ക്രെഡിറ്റ്സ് ആണ്. സോ കരിക്കുലം റിക്വയർമെന്റ് എത്രയാണ്? 3 ആക്ടിവിറ്റി ക്രെഡിറ്റ്സ് ആണ് നമ്മുടെ ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. സോ ഫോർ ബിടെക് ലാറ്ററൽ എൻട്രി, ഞാൻ ഇപ്പൊ പറഞ്ഞത് റെഗുലർ സ്റ്റുഡൻസിനാണ്. സോ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് ആണെങ്കിൽ എന്താണ്? 30 പോയിന്റ്സ് പെർ ഗ്രൂപ്പ് ആർ റിക്വയർഡ്. സോ ഓരോ ഗ്രൂപ്പ് 1 നിന്ന് 30, സോ 90 പോയിന്റ്സ് ആണ് നമുക്ക് എന്ത് വേണ്ടത്? അവിടെ മിനിമം ആക്ടിവിറ്റി പോയിന്റ് ആയിട്ട് ഒരു ലാറ്ററൽ എൻട്രി സ്റ്റുഡന്റിന് ആവശ്യമായിട്ട് വരിക. ഓക്കെ, so to be acquired to obtain 3 activity credits mandated by the curriculum, it is mandatory എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ ലാറ്ററൽ എൻട്രി സ്റ്റുഡന്റ് ആണ്, ബിടെക് ലാറ്ററൽ എൻട്രി സ്റ്റുഡന്റ് ആണെന്ന് മിനിമം ഓഫ് 90 ആക്ടിവിറ്റി പോയിന്റ്സ് മസ്റ്റ് ബി എന്താണ്? അക്യൂർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഒരു റെഗുലർ ബിടെക് സ്റ്റുഡന്റ് ആണെങ്കിൽ യു ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് എന്താണ്? മിനിമം ഓഫ് 120 ആക്ടിവിറ്റി പോയിന്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ടു അക്യൂർ എന്താണ്? ആ 3 ആക്ടിവിറ്റി ക്രെഡിറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ അത്രത്തോളം എങ്കിലും നമുക്ക് വേണ്ടി വരുമെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് ഈ ഫസ്റ്റ് സെമിസ്റ്റർ എന്ന് പറയുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സെമിസ്റ്റർ ആണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് നമ്മൾ ആരംഭിക്കുന്ന സെമിസ്റ്റർ 1-ലാണ്. സോ മാക്സിമം നന്നായി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, നന്നായി പഠിക്കുക. യാതൊരുവിധ ഉഴപ്പും നിങ്ങൾ കാണിക്കരുത്. സെമസ്റ്റർ 1 എല്ലാ സെമിസ്റ്ററിലും നിങ്ങൾ ഉഴപ്പാതെ തന്നെ തീർച്ചയായിട്ടും പഠിച്ചാലേ നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അതിന് നിങ്ങളെ ഗൈഡ് ചെയ്യാനാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാ ഗൈഡൻസും തരുന്നത്. ഓക്കെ, സോ നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് ക്ലാസ്സസ് മുൻകൂട്ടി തന്നെ നമുക്കിപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 മൊഡ്യൂളിന്റെ ക്ലാസ് ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടി. വി ആർ വെൽ എഹെഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും ഉണ്ടാവാൻ പാടില്ല. സോ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻപേ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ യാതൊരുവിധ ടെൻഷനും നിങ്ങൾക്ക് ഉണ്ടാവരുത്. സോ വി ആർ ഹിയർ ഫോർ യു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഈ സെമസ്റ്റർ 1 പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ആർ ദ കീ ടു ദാറ്റ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ സെമസ്റ്റർ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പറയണം യു ഷുഡ് അറ്റൻഡ് എവറി ക്ലാസ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? എല്ലാ ക്ലാസ്സും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത് ക്രെഡിറ്റ് കുറഞ്ഞ സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കൂടിയ സബ്ജക്റ്റ് എന്നുള്ളൊരു വേർതിരിവ് ഉണ്ടാവാൻ പാടില്ല. എല്ലാ സബ്ജക്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സബ്ജക്ട്സും പഠിക്കണം തീർച്ചയായിട്ടും. ആ എല്ലാ സബ്ജക്ട്സും എല്ലാ ക്ലാസ്സും നിങ്ങൾ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. യു ഷുഡ് നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സ്റ്റഡി മൊഡ്യൂൾ വൈസ്. സോ മൊഡ്യൂൾ വൈസ് നമുക്ക് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4 ഉണ്ടാവും നിങ്ങൾക്കൊരു സബ്ജക്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ. ഓക്കെ, സോ ഓരോ മൊഡ്യൂൾ വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ റിവിഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. സോ ഓരോ മൊഡ്യൂൾ വൈസ് പഠിക്കുക. ആ മൊഡ്യൂളിന്റെ ഏറ്റവും എളുപ്പമുള്ള ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ സ്റ്റഡി മൊഡ്യൂൾ വൈസ്. സോ മൊത്തത്തിൽ പഠിക്കാതെ അവിടുന്ന് ഇവിടുന്ന് പഠിക്കാതെ ഓരോ മൊഡ്യൂൾ വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക? അത് പഠിക്കുക, അത് തീർക്കുക, അടുത്ത മൊഡ്യൂളിലേക്ക് പോവുക. ഓക്കെ, അങ്ങനെ ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആയിട്ട്. സോ കംപ്ലീറ്റ് നോട്ട്സ് വീക്ക്ലി. സോ നോട്ട്സ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സോ നല്ല ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താ നല്ല സ്റ്റുഡന്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നോട്ട്സ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സോ എപ്പോൾ നമുക്ക് എടുത്ത് നോക്കാനാന്ന് പറഞ്ഞാലും യു ഷുഡ് ഹാവ് എ പ്രോപ്പർ നോട്ട് സച്ച് ദാറ്റ് അതെന്താണ് നമുക്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ യു ഡോണ്ട് നീഡ് ടു വേസ്റ്റ് ടൈം ഡ്യൂറിങ് ദ എക്സാം പ്രിപ്പറേഷൻ. സോ എക്സാം ടൈമിൽ നമുക്ക് എന്താണ് അത് ഓരോ ഇടത്തുനിന്നും സെർച്ച് ചെയ്ത് എടുക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്കറിയാം. ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡയറക്ട്ലി നമുക്ക് പഠിച്ച് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും, ടൈം മാനേജ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഒരു പ്രോപ്പർ നോട്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലെങ്കിൽ ആ മെറ്റീരിയൽ സെർച്ച് ചെയ്ത് തന്നെ നിങ്ങളുടെ സമയം എന്താവും? കുറെ പാഴാവുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു സിമ്പിൾ ആൻഡ് പ്രോപ്പർ ക്രിസ്പ് ആയിട്ടുള്ള ഒരു നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ പഠിക്കുന്ന സ്റ്റൈൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിനെ ഹൈലൈറ്റ് ചെയ്ത് തീർച്ചയായിട്ടും പഠിക്കുക. അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് നന്നായി പഠിക്കുകയും ചെയ്യുക. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നു സ്റ്റുഡൻറ് ഷുഡ് നോട്ട് നമുക്ക് എന്ത് ചെയ്യാം? മഗപ്പ് ചെയ്യാതിരിക്കുക, മനപ്പാഠം പഠിക്കാതിരിക്കുക. നിങ്ങൾ എല്ലാം എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിക്കുക, അല്ലെങ്കിൽ എക്സാമ്പിൾ റിലേറ്റഡ് ആയിട്ട് പഠിക്കുക. എക്സാമ്പിൾ റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. സോ അടുത്ത 40 അല്ലെ 50 വർഷം കഴിഞ്ഞാണെന്ന് പറഞ്ഞാലും ആ കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. വൺസ് നമ്മളത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ. ഓക്കെ,
യെസ്. സോ റിവൈസ് ആഫ്റ്റർ എവറി മൊഡ്യൂൾ. സോ റിവിഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സോ നമുക്ക് എന്താണ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ ആഴ്ചയിൽ അത് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും മറന്നു പോകാൻ. ഇറ്റ് ഇസ് ഹ്യൂമൻ നേച്ചർ. സോ നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക, റിവിഷൻസ് നടത്തുക, പഠിക്കുക, അത് റിവൈസ് ചെയ്യുക, പിന്നെയും റിവൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, യു വിൽ നോട്ട് ബി ഔട്ട് ഓഫ് ടച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ റിവിഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. സോ അതുപോലെ തന്നെ അറ്റൻഡ് ലാബ്സ് റെഗുലർലി. നമ്മുടെ ലാബ്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാബും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലാബ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓൺ ഹാൻഡ്സ് ആയിട്ട് നിങ്ങൾ മെഷീൻസ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ലാബറട്ടറി എന്ന് പറയും. നിങ്ങൾ ബുക്കിൽ വായിക്കുന്നത് നിങ്ങൾക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്ത് അത് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് എന്ത്, ലാബറട്ടറി എന്ന് പറയുന്നത്. സോ ലാബറട്ടറി നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ലാബ്സിൽ ആബ്സെന്റ് ആകാതെ തന്നെ ചെല്ലുക. സോ ലാബ്സിൽ നിന്ന് നമ്മൾ നേടുന്ന നോളജ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. സോ പ്രിപ്പയർ ബിഫോർ ഇന്റേണൽ. സോ ഇന്റേണൽസിനെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കരുതുക. ഇന്റേണൽസ് എന്താണ്, നമുക്ക് 20 മാർക്സ് ആണ് ഇന്റേണൽ 1 ആൻഡ് ഇന്റേണൽ 2 ഉള്ളത്. സോ അത് നന്നായിട്ട് പഠിക്കുക. സോ നമുക്ക് 2 മൊഡ്യൂൾ ആയിരിക്കും, ചില കോളേജിൽ 1 മൊഡ്യൂൾ ആയിരിക്കും, ചില കോളേജിൽ 2 മൊഡ്യൂൾ ആയിരിക്കും. ആ 2 മൊഡ്യൂൾ പഠിക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡെയിലി പഠിച്ചു വരികയാണെങ്കിൽ അതൊരു വലിയ ബേർഡൻ ആയിട്ട് നമുക്ക് തോന്നുകയില്ല. ഓക്കെ, സോ ആ മൊഡ്യൂൾസ് നന്നായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറെ സോൾവ് ചെയ്ത് നോക്കുക. നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ്, യു വിൽ ബി ഗെറ്റിംഗ് യൂസ്ഡ് ടു ഇറ്റ്. എങ്ങനെ നമുക്ക് ആ ഒരു ടൈം ഫ്രെയിമിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഒരു ലിമിറ്റഡ് ടൈമേ ഉണ്ടാവുകയുള്ളൂ. ഒരു 1.5 hours നമുക്ക് ഇന്റേണൽ എക്സാംസ് ഉള്ളതെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്കതൊരു മിനിമം ടൈമിലേക്ക് ചുരുക്കാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ടൈം ഒരു എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താം, ടൈം മാനേജ്മെന്റ് അതിലൂടെ നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇന്റേണൽ എക്സാമിനേഷൻസ് നമുക്ക് എന്താണ് 20 മാർക്സ് ആണുള്ളത്. സോ അത് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെമസ്റ്ററിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നത്. സെമസ്റ്റർ 1 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെമസ്റ്റർ 1-ൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നന്നായി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. എക്സാം പാസ്സാവാൻ വേണ്ടി ആവരുത് നിങ്ങളുടെ പഠനം. നന്നായി ഒരു മനസ്സിലാക്കി പഠിക്കുക, അതിൽ നിന്ന് മാക്സിമം അറിവ് നേടുക. ആ അറിവ് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ളത് കണ്ടെത്തുക. ഓക്കെ, നല്ലൊരു എഞ്ചിനീയർ ആയി തീരുക. സോ എ ഗുഡ് എഞ്ചിനീയർ, പണ്ട് എൻ്റെ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞ പോലെ, ഒരു ഗുഡ് എഞ്ചിനീയർ ഹാസ് സൊല്യൂഷൻസ് ഫോർ എവറി പ്രോബ്ലം. സോ ഏത് പ്രോബ്ലം ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്ത് ഉണ്ടാവട്ടെ, ഒരു നല്ല സൊല്യൂഷനും ഉണ്ടാവട്ടെ. ഓക്കെ, സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ സെമസ്റ്റർ. താങ്ക് യു.